ഇന്നത്തെ കാലത്ത് നടുവേദന അനുഭവിക്കാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. മെയിനായിട്ട് ഒ പിയിൽ വരുന്ന കേസ് എന്ന് പറയുന്നത് നടുവേദനയാണ്. പക്ഷെ പലരും പല കാരണങ്ങളായിട്ടാവും വരുന്നത്. ഒരിക്കലെങ്കിലും ഈ വീഡിയോ കാണുന്നവർ നടുവേദന അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്തൊക്കെയാണ് കാരണങ്ങൾ, എന്തുകൊണ്ടാണ് നടുവേദന വരുന്നത്. പല കാരണങ്ങളുണ്ട്. ചിലപ്പോൾ ഡിസ്കിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ അവിടെയുള്ള മസിൽസിൻ്റെ ബുദ്ധിമുട്ടായിരിക്കാം, അല്ലെങ്കിൽ സ്കിന്ന്. പല കാരണങ്ങൾ കാരണം നടുവേദന വരുന്നുണ്ട്. അപ്പം നോർമലി എന്താണ് നമ്മുടെ നട്ടെല്ല് അല്ലെങ്കിൽ സ്പൈന്, ഇതിനെക്കുറിച്ചാണ് നമ്മൾ ആദ്യം പറയുന്നത്. അപ്പോൾ അതിൽ എന്ത് മാറ്റം വരുമ്പോഴാണ് നടുവേദന ഉണ്ടാവുന്നത്? നോർമലായിട്ട് നമ്മുടെ സ്പൈൻ ഈ ഒരു കർവേച്ചറിലാണ് കാണുന്നത്. അതിൽ മുകളിൽ എന്ന് പറയുന്നത് സെർവിക്കൽ, തൊറാസിക്, ലംബാർ, അങ്ങനെ മൂന്നായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ആദ്യത്തെ ഭാഗത്തെ ഉള്ളിലേക്കുള്ള കർവിനെ നമ്മൾ സെർവിക്കൽ ലോഡോസിസ് എന്ന് പറയും. അതേപോലെ തൊറാസിസ് കൈഫോസിസ്, അതുപോലെ തന്നെ ലംബാർ ലോഡോസിസ്. അപ്പം ഇതാണ് നോർമൽ ആയിട്ടുള്ളത്. ഇത് ഉള്ളിലോട്ട്, ഇതൊന്ന് മുന്നോട്ട്, ഇതൊന്ന് ഉള്ളിലോട്ട്, ആ രീതിയിലാണ് നോർമൽ. അപ്പം ഈ കർവിൽ ഉണ്ടാവുന്ന മാറ്റവും നമുക്ക് നടുവേദനയ്ക്ക് കാരണമാവും. അപ്പം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് നടുവേദന ഉണ്ടാവുന്നത് എന്ന് നമുക്ക് ആദ്യം നോക്കാം. പല തരത്തിലുള്ള നടുവേദന ഉണ്ട്. അതിൽ ഒന്നാമത്തെ എന്ന് പറയുന്നത് സൂപ്പർഫിഷ്യൽ സൊമാറ്റിക് എന്നാണ്. 2 ഡീപ്പ്, 3 ന്യൂറോജനിക്, 4 വിസറൽ, 5 സൈക്കോജനിക്. അതിൽ സൂപ്പർഫിഷ്യൽ സൊമാറ്റിക് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ പുറത്തുള്ള സ്കിന്നിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വേദന നമ്മളെങ്ങനെ മനസ്സിലാക്കേണ്ടതെന്ന് വിചാരിച്ചാൽ ഒരൊറ്റ പോയിന്റിലായിരിക്കും വേദന. നമുക്ക് കറക്റ്റായിട്ട് ഇപ്പോൾ ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ ആ വേദന ഉണ്ടാവുള്ളൂ. അവിടെ തൊട്ടിട്ട് പറയാൻ കഴിയും ഇന്ന സ്ഥലത്താണ് വേദന ഉള്ളത്. ആ ഒരു ടൈപ്പ് ആയിരിക്കും. അതുപോലെ ഒരു നീറുന്ന തരത്തിലുള്ള ഒരു ഷാർപ്പായിട്ടുള്ള വേദനയായിരിക്കും സൂപ്പർഫിഷ്യൽ. രണ്ടാമത്തെന്ന് പറയുന്നത് ഡീപ്പ്. ഡീപ്പ് എന്ന് പറയുന്നത് അടിയിലുള്ള ലിഗമെൻറ്റ്സ്, ഫേഷ്യ, അത്തരം മസിൽസ് അങ്ങനത്തെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, അതിനുണ്ടാവുന്ന എന്തെങ്കിലും ഇഞ്ചുറി, അത് കാരണം ഉണ്ടാവുന്ന വേദനയാണ് ഡീപ്പ് സൊമാറ്റിക് പെയിൻ. ഈ വേദന എന്ന് പറഞ്ഞാൽ ഒരു ഡൾ ഏക്കിംഗ് പെയിൻ ആണ്. ആ വേദന നമുക്ക് വേദനിക്കുന്നു എന്നുള്ള രീതിയിൽ പറയാൻ മാത്രമേ വയ്ക്കൂ. പക്ഷെ എന്തുകൊണ്ടാണ്, എങ്ങനെയാണ്, എങ്ങനത്തെ വേദനയാണെന്ന് നമുക്ക് പറയാൻ കഴിയില്ല. ആ വേദന കറക്റ്റ് മൂവ്മെൻറ്റ്സുകളിൽ മാറ്റം ഉണ്ടാവും. ഇപ്പോൾ ചിലപ്പോൾ നടക്കുമ്പോൾ കൂടുക, അല്ല റെസ്റ്റ് എടുക്കുമ്പോൾ കൂടുക, അങ്ങനെ മൂവ്മെൻറ്റുകളിൽ മാറ്റം ഉണ്ടാവുന്ന വേദനയാണ് ഡീപ്പ് സൊമാറ്റിക് പെയിൻ. മൂന്നാമത്തെയാണ് ന്യൂറോജനിക് പെയിൻ. ന്യൂറോജനിക് എന്ന് പറയുന്നത് നാഡികൾക്ക് വരുന്നതാണ്. സ്പൈനൽ നെർവ്, അതുപോലെ തന്നെ ബ്രെയിനിൽ നിന്ന് താഴത്തോട്ടുള്ള നെർവ് തിരിച്ച് മുകളിലേക്ക് നമ്മളെ ഇമ്പൾസ് കൊടുക്കുന്ന ആ നാഡികൾക്കെല്ലാം മോട്ടോർ ആൻഡ് സെൻസറി ആണ് ഈ നാഡികളെ പറയുക. തിരിച്ചു അതേപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇമ്പൾസുകൾക്ക് പാസ് ചെയ്യുന്ന നാഡികൾ. ഈ നെർവിന് ഉണ്ടാവുന്ന ക്ഷതം കാരണം ഉണ്ടാവുന്ന വേദനയാണ് ന്യൂറോജനിക് പെയിൻ. അതെന്ന് പറഞ്ഞാൽ റേഡിയേറ്റിംഗ് ആയിരിക്കും. വേറെ ഇപ്പോൾ ലംബാറിലുള്ള ബുദ്ധിമുട്ട്, നടുവിനുള്ള ബുദ്ധിമുട്ടാണ് എന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ട് കാലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ബട്ടക്സിലേക്ക് വ്യാപിക്കുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവിടേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ചിലർക്ക് തരിപ്പുണ്ടായിരിക്കും. കൂടുതലായിട്ടും നാഡികൾക്ക് അമർച്ച സംഭവിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ ഒന്നുമില്ലെങ്കിൽ ഒന്ന് ടിംഗ്ലിംഗ് സെൻസേഷൻ ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു തളർച്ച പോലെ സംഭവിക്കുന്നുണ്ടാവും. കാരണം നാഡികൾ അമർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് നടക്കാനോ, അതൊക്കെ അതിൻ്റെ സിവിയർ കേസസിലാണ് സംഭവിക്കുക. തുടക്കത്തിൽ നമുക്ക് ചെറിയ രീതിയിലുള്ള തളർച്ച, അതേപോലെ തന്നെ ഒരു തരിപ്പ് പോലെയാണ് അനുഭവപ്പെടുക. ഇതാണ് ന്യൂറോജനിക് പെയിൻ. പിന്നെ നാലാമതായിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വിസറലാണ്. വിസറൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ വയറിൻ്റെ ഉള്ളിലുള്ള അവയവങ്ങൾ, അതുപോലെ തന്നെ നെഞ്ഞത്തുള്ള അവയവങ്ങൾ, ആ അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന എന്തെങ്കിലും ബുദ്ധിമുട്ട് കാരണം നമുക്കുണ്ടാകുന്ന വേദനയാണ്. ഇപ്പോൾ പിത്താശയക്കല്ല് കാരണം നടുവേദന ഉണ്ടാവാം. അതുപോലെ തന്നെയാണ് വൃക്കയിൽ കല്ല് വന്നാലും നടുവേദന ഉണ്ടാവും. അത് ഏത് വൃക്കയിലാണോ കല്ല് വരുന്നത് അതിനനുസരിച്ച് വേദനയുടെ സ്ഥലവും മാറിയിരിക്കും. അപ്പോൾ ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ വിസറലായിട്ടാണ് കൂട്ടുക. അതുപോലെ തന്നെയാണ് പീരിയഡ്സിൻ്റെ ടൈമിൽ ലേഡീസിന് ഉണ്ടാകുന്ന വേദന, ഇതൊക്കെ വിസറൽ പെയിൻ ആണ്. പിന്നെ അടുത്തതാണ് സൈക്കോജനിക്. സൈക്കോജനിക് എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മൾ MRI എടുക്കുമ്പോൾ, എക്സ്റേ എടുക്കുമ്പോഴൊന്നും അതിലൊന്നും നമുക്ക് എന്താണ് കാരണം ഒന്നും സ്പെസിഫിക് ആയിട്ട് കണ്ടെത്താൻ കഴിയില്ല. അതൊരു സെറിബ്രൽ കോർട്ടക്സ് മീൻസ് ബ്രെയിനുമായി റിലേറ്റഡ് ആയ, ചിലർക്ക് ടെൻഷൻ വന്നു കഴിഞ്ഞാൽ കൂടുതലായിട്ട് കയ്യിനൊക്കെ പ്രഷർ കൊടുക്കുമ്പോൾ വേദന ഉണ്ടാവും, നടുവേദന.
ഇത് നോർമലായിട്ട് സൈക്കോജനിക് പെയിൻ എന്നാണ് പറയാം. ഇനി എന്തുകൊണ്ടാണ് ഈ വേദനകൾ ഉണ്ടാവുന്നത് നമുക്ക് നോക്കാം. അതിലെന്തുകൊണ്ട് എന്നുള്ളതിന് ആദ്യത്തെ ഒന്നാണ് ലംബാഗോ, രണ്ടാമത്തെയാണ് ലംബാർ ഡിസ്ക് ഡിസീസ്, മൂന്നാമത്തത് ലംബാർ കനാൽ സ്റ്റീനോസിസ്, നാലാമത്തത് ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്. 5 മൊത്തത്തിലായിട്ട് ഞാൻ പറയാണ് എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം വരുന്നത്. ഇൻഫെക്ഷൻ കാരണം വരുന്നതാണ് ഓസ്റ്റിയോമൈലൈറ്റിസ്. ഇനി ഫസ്റ്റ് ലംബാഗോ. ലംബാഗോ എന്ന് പറയുന്നത് നമുക്ക് എന്താണ് റീസൺ എന്നറിയാത്ത, ചിലപ്പോൾ ഒരു സ്പ്രെയിൻ അല്ലെങ്കിൽ സ്ട്രെയിൻ കൊടുത്തത് കാരണം ഉണ്ടാവുന്ന വേദനയാണ് ലംബാഗോ. നമ്മൾ ടോട്ടലായിട്ട് പറയുന്നത് ലംബാഗോ എന്നാണ്. അപ്പം അതിന് പ്രത്യേകിച്ച് ഒരു റീസൺ നമുക്കറിയില്ല, അതിന് അൺനോൺ റീസൺ ആണത്. പിന്നെ രണ്ടാമത്തെയാണ് ലംബാർ ഡിസ്ക് ഡിസീസ്. നോർമലി ഇപ്പോൾ കൂടുതലായിട്ട് ആളുകളിൽ കണ്ടുവരുന്നതാണ് ഡിസ്കിനുണ്ടാവുന്ന റപ്ചർ കാരണം വേദന ഉണ്ടാവുന്നത്. അത് മെയിനായിട്ട് കൂടുന്ന സമയം എന്ന് പറയുന്നത് നമ്മുടെ മൂവ്മെൻറ്റ്സിലാണ് അത് മെയിനായിട്ട് കൂടുക. അപ്പോൾ ഡിസ്കിനുണ്ടാവുന്ന എന്ത് റപ്ചറും ഉള്ളിലുള്ള റപ്ചറായിരിക്കാം. അപ്പോൾ അത് കാരണം അതിന് ചുറ്റുമുള്ള നാഡികൾക്ക് അമർച്ച വരും. അപ്പോൾ അത് കാരണം വീക്ക്നെസ് ഉണ്ടാവും, തരിപ്പുണ്ടാവും, അതുപോലെ തന്നെ തളർച്ച അനുഭവപ്പെടാനും കാരണമാവും. അപ്പോൾ ആ ഡിസ്കിനുണ്ടാവുന്ന എന്ത് ബുദ്ധിമുട്ടിനെയും നമ്മൾ ഒന്നിച്ച് പറയുക ലംബാർ ഡിസ്ക് ഡിസീസ് എന്നാണ്. അത് കുറയുന്നത് എന്ന് പറയുന്നത് കിടക്കുന്ന സമയത്തായിരിക്കും കൂടുതൽ പേർക്കും അത് കുറയാം. അപ്പോൾ മൂവ്മെൻറ്റ് കാരണം വേദന കൂടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ലംബാർ ഡിസ്ക് ഡിസീസ് ആയിട്ടാണ് നമ്മൾ മെയിനായിട്ട് ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. എക്സ്റേയിലോ MRIയിലോ ഡിസ്കിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ്. പിന്നെ മൂന്നാമതായിട്ട് പറയുന്നത് ലംബാർ കനാൽ സ്റ്റീനോസിസ് ആണ്. ഈ ലംബാർ കനാൽ സ്റ്റീനോസിസ് എന്ന് പറയാൻ കാരണം അതിലുള്ള വെർട്ടിബ്രയിൽ ഉണ്ടാവുന്ന ചേഞ്ച് കാരണം ആ കനാല് ചുരുങ്ങി പോകുന്നതാണ്. കനാല് ചുരുങ്ങിക്കഴിഞ്ഞാൽ അവിടെയുള്ള നാഡികൾക്കും അമർച്ച വരും, അതുപോലെ തന്നെ സ്പൈനും അത് തട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് വാക്കിങ്ങിലും നടക്കുമ്പോഴും അതേപോലെ നിൽക്കുമ്പോഴായിരിക്കും ഈ ലംബാർ കനാൽ സ്റ്റീനോസിസ് കാരണമുള്ള നടുവേദന കൂടുക. സിറ്റിങ്ങിൽ ഇരിക്കുന്ന സമയത്ത് കുറയുന്നുണ്ട് എന്ന് പേഷ്യൻസ് പറയുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് മെയിനായിട്ട് ലംബാർ കനാൽ സ്റ്റീനോസിസ് ആണ്. പിന്നെ അടുത്തതാണ് ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്. അതെന്ന് പറഞ്ഞ ഒരു ഇൻഫെക്ഷനാണ്. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ HLA-B27 എന്ന് പറയുന്ന ജീനിൽ ഉണ്ടാവുന്ന മാറ്റം കാരണം ഉണ്ടാവുന്ന വേദനയാണ് ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസ്. ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാവും. അപ്പോൾ നമ്മൾ ഒരാളെ അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ തന്നെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ അവിടെ ഉണ്ടാവുന്ന മാറ്റമാണ് സ്പൈനിലും ഉണ്ടാവുക. എന്താന്ന് വെച്ചാൽ ആദ്യം അവിടെ ഒരു വേദന ഉണ്ടാവും. വേദന പിന്നീട് ഒരു ചൂട് പോലെ തോന്നും നമുക്ക്. അത് കഴിഞ്ഞാൽ അവിടെ ഒരു പൊന്തൽ വരും, ഒരു സ്വെല്ലിങ് പോലെ ഉണ്ടാവും. പിന്നെ ഒരു റെഡ്നെസ് ഉണ്ടാവും, ചുവന്ന രീതിയിലാവും. അതുപോലെ തന്നെ ഫങ്ഷൻസിന് ഒരു റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ നമുക്ക് എവിടെയാണോ പറ്റിയത് അവിടെ ഇപ്പോൾ കയ്യിൻ്റെ ഈ എൽബോയിലാണ് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മൂവ്മെൻറ്റ്സിന് റെസ്ട്രിക്ഷൻ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു സ്ഥിതിയാണ് നമ്മുടെ സുഷുമ്നാ നാഡിയിലും ഉണ്ടാവുക. അവിടെ ഒരു ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ആ ഇൻഫെക്ഷൻ അവിടെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ഇൻഫ്ലമേഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ കാൽഷ്യം ഡെപ്പോസിഷനാണ് വരുന്നത്. കാൽഷ്യം അവിടെ വന്ന് അടിഞ്ഞുകൂടും. ആ സമയത്ത് കശേരുക്കൾ, വെർട്ടിബ്രയെ നമ്മൾ കശേരുക്കൾ എന്ന് പറയാം, അവിടെ അത് വലുതാവുകയും മൊത്തത്തിലുള്ള എല്ലാ മൂവ്മെൻറ്റും കുറയുകയാണ് ചെയ്യുക. ആ മൂവ്മെൻറ്റിന് ഒരു റെസ്ട്രിക്ഷൻ വന്നു കഴിഞ്ഞാൽ ഒരു സ്റ്റിഫ്നെസ് വരും. അപ്പോൾ കഴുത്തിൻ്റെ ഭാഗത്താണ് ഇത് സംഭവിക്കുന്നത് വിചാരിച്ചാൽ കഴുത്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അനക്കാൻ പറ്റില്ല. അതല്ല നടുവിനാണെന്നുണ്ടെങ്കിൽ നടുവിനും അനക്കൽ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ആ ഒരു റെസ്ട്രിക്ഷൻ വരും. മെയിനായിട്ട് ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസിന് വരുന്നത് മോർണിംഗ് സ്റ്റിഫ്നെസ് ആണ്. പിന്നെ അത് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ നടക്കുകയോ അല്ലെങ്കിൽ കുറച്ച് നേരം ഒന്ന് ഓടുക, അങ്ങനെ മൂവ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ റെസ്ട്രിക്ഷൻ മാറും. കാരണം ഇൻഫെക്ഷൻ നമ്മൾ റെസ്റ്റ് എടുക്കുന്ന സമയത്തായിരിക്കും ഏറ്റവും കൂടുതൽ കൂടുക. അതുകൊണ്ട് നൊക്ടേണൽ രാത്രിയായിരിക്കും പേഷ്യൻസിന് വേദന വളരെ കൂടുതലുണ്ടാവുക. റെസ്റ്റിംഗ് ടൈമിൽ വേദന കൂടുകയാണ് ചെയ്യുക. ഇൻഫെക്ഷൻ കൂടും, മൂവ്മെൻറ്റ് ഇല്ലാതിരിക്കുമ്പോൾ ഇവിടെ കാൽഷ്യം ഡെപ്പോസിഷൻ കൂടുകയാണ് ചെയ്യുക. അതുകൊണ്ട് മെയിനായിട്ട് ആങ്കൈലോസിംഗ് സ്പോണ്ടൈലൈറ്റിസിൻ്റെ പേഷ്യൻസ് പറയാം രാവിലെ നല്ല വേദനയും സ്റ്റിഫ്നെസ്സും ഉണ്ടായിരുന്നു, രാത്രി ഉറങ്ങാൻ പറ്റിയില്ല, അത്തരത്തിലുള്ള വേദനയായിരുന്നു. പിന്നെ മൂവ്മെൻറ്റ്, ഫസ്റ്റ് മൂവ്മെൻറ്റിനെ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, പിന്നെ നടന്നു കഴിഞ്ഞാൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിലായിരിക്കും പറയുക. ഇവർ മെയിനായിട്ട് നമ്മൾ പോസ്റ്റർ കിടക്കുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടത് മലർന്ന് കിടക്കാൻ നോക്കുക. അതായിരിക്കും അവർക്ക് ഒന്നും കൂടെ നല്ലത്.
പിന്നെ അടുത്തതാണ് ഇൻഫെക്ഷൻ. ടോട്ടലായിട്ട് ഒരു സ്റ്റെഫൈലോകോക്കസ് ഇൻഫെക്ഷൻ കാരണം, ഇപ്പോൾ ലങ്ങിൻ്റെ അല്ലെങ്കിൽ സ്കിന്നിലൊക്കെ എന്തെങ്കിലും ഇൻഫെക്ഷൻ കാരണം ബോണിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതും വേദനയ്ക്ക് കാരണമാവാം. പിന്നെ ഒന്നും കൂടെ ഉണ്ട്, സ്പോണ്ടൈലോലിസ്തസിസ്. ഈ സ്പോണ്ടൈലോലിസ്തസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 2 കശേരുക്കളുടെ ഇടയിലാണ് ഡിസ്ക് ഉള്ളത്. ഈ ഡിസ്ക് എന്ന് പറയുന്നത് ഒരു ഫൈബ്രസ് ടിഷ്യൂ പോലെയാണ്. അതുകൊണ്ടാണ് നമുക്ക് മൂവ്മെൻറ്റുകൾ സാധ്യമാവുന്നത്. നമുക്ക് മുമ്പോട്ട്, പിറകോട്ട്, അതേപോലെ സൈഡിലോട്ടൊക്കെ മൂവ്മെൻറ്റ് ഉണ്ടാവാൻ കാരണം ആ 2 കശേരുകൾക്കിടയിലുള്ള ഡിസ്ക് കാരണമാണ്. അപ്പോൾ ഈ ഡിസ്കിലുണ്ട് ഈ കശേരുക്കൾ മുന്നോട്ട് നീങ്ങാം. ഒരു കശേരു മുമ്പോട്ട് നീങ്ങുന്നതിനെയാണ്, സ്ലിപ്പായിട്ട് മുമ്പോട്ട് നീങ്ങുന്നതിനെയാണ് സ്പോണ്ടൈലോലിസ്തസിസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് കാരണം വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാവും. മൂവ്മെൻറ്റ്സ് ഭയങ്കര റെസ്ട്രിക്റ്റഡ് ആയിരിക്കും. നടക്കുമ്പോൾ നല്ല രീതിയിലുള്ള വേദനയായിരിക്കും ഉണ്ടാവുക. അപ്പോൾ പക്ഷേ ബാക്കിയുള്ള ഇപ്പം ഒരു കശേരു മുന്നിലേക്ക് നീങ്ങിയിട്ടുണ്ടെങ്കിലും ബാക്കിയുള്ളത് ഒരേ നിരയിലായതുകൊണ്ട് ഇത് പിന്നീട് കൂടുതലായി കഴിഞ്ഞാൽ ഇവിടെയുള്ള നാഡികൾക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇത് നമ്മൾ നടുവേദന ഇപ്പോൾ മെയിനായിട്ട് കൂടുതൽ ആൾക്കാരും മൈൻഡ് ആക്കാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കേസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ, മൈൻഡ് ആക്കിയില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് ആ സ്പൈനൽ ഇഞ്ചുറിക്കാണ് കാരണമാവുക. അപ്പോൾ ഇത്രയും കാരണങ്ങളാണ് നടുവേദനയ്ക്ക് ഉണ്ടാവുന്നത്. അപ്പം എന്താണ് കാരണം എന്ന് എല്ലാവരും മനസ്സിലാക്കിയതിന് ശേഷം വേണം ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച്, അല്ലെങ്കിൽ നടുവേദന ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കരുത്. എന്താണ് കാരണം, എത്ര സിവിയർ ആണ്, എന്തുകൊണ്ടാണ് എന്നുള്ള ബുദ്ധിമുട്ട് കണ്ടെത്താൻ ശ്രമിക്കണം. കാരണം ഇതെന്തിലേക്ക് എത്തുമെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ പുറത്ത് നിന്ന് നോക്കുമ്പോൾ ചെറിയ രീതിയിലുള്ള വേദനയായിരിക്കും, പക്ഷെ ഉള്ളിൽ അതൊരു പരിധിയിൽ അപ്പുറമായി കഴിഞ്ഞാലാണ് നമുക്ക് നടുവേദന വരുന്നത്. അപ്പോൾ ചെറിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ട്, നാഡികൾക്കൊന്നും അമർച്ച സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ വേദനയായിട്ട് പുറത്തേക്ക് തോന്നിക്കൊള്ളണമെന്നില്ല. മസിലിൻ്റെ സ്കിന്നിൻ്റെ ആണെങ്കിൽ മാത്രമേ നമുക്കിങ്ങനെ തൊടുമ്പോൾ വേദന അങ്ങനെയൊക്കെ മനസ്സിലാവൂ. ഉള്ളിക്കുള്ളത് ഒന്നും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട്, ഒന്ന് വെർട്ടിബ്രയ്ക്ക് മുന്നിലേക്ക് നീങ്ങി അല്ലെങ്കിൽ ഡിസ്ക് റപ്ചറായി ആ സമയത്ത് അവിടുത്തെ നാഡികൾക്ക് അമർച്ച സംഭവിച്ചാൽ, അല്ലെങ്കിൽ അതിലെ പോകുന്ന സിര, ധമനി, അപ്പോൾ സർക്കുലേഷൻസ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ സമയത്താണ് ബുദ്ധിമുട്ടുകൾ നമ്മൾ അനുഭവിച്ചു തുടങ്ങുക. അപ്പോൾ ആ സമയത്ത് തന്നെ തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ നോക്കുക. ട്രീറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ തുടക്കത്തിൽ തന്നെ ആവുമ്പോൾ നമുക്കത് വലിയ രീതിയിൽ സക്സസ് ആയിട്ട് നടുവേദന കംപ്ലീറ്റ് ആയിട്ട് മാറ്റാൻ പറ്റും. അതിൻ്റെ കൂടെ എക്സസൈസും കൂടെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു പരിധി വരെ നിയന്ത്രിക്കാനും പറ്റും. എക്സസൈസ് വേദന ഉള്ള സമയത്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക. വേദന ഒന്ന് കുറഞ്ഞതിന് ശേഷം മാത്രം എക്സസൈസ് ചെയ്യാൻ നോക്കുക. നടുവേദനയ്ക്കുള്ള കുറച്ച് എക്സസൈസുകളാണ് ഇനി പറയാൻ പോകുന്നത്. വേദന ഉള്ള സമയത്ത് ചെയ്യേണ്ടതല്ല, വേദന കുറഞ്ഞതിന് ശേഷം നമ്മുടെ മസിൽസ് സ്ട്രെങ്തൻ ആവാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകളാണ് പറയുന്നത്. ഫസ്റ്റ് എക്സസൈസാണ് കാല് മടക്കുക. അതിനുശേഷം വലത്ത് കാല് സ്ട്രെയിറ്റ് ആയിട്ട് പൊന്തിക്കുക. ഈ ഇതിൻ്റെയും മുട്ട് ഒരേ സൈസിൽ വരുന്ന രീതിയിലാവണം. അതിനുശേഷം ജസ്റ്റ് ഒന്ന് പൊന്തിച്ചു കൊടുക്കുക. പ്രഷർ അവിടെ വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനെ 10 സെക്കൻഡ് നിലനിർത്തുക. അതിനുശേഷം വീണ്ടും റിലാക്സ് ചെയ്യുക. റിലാക്സ് ചെയ്യുന്ന സമയത്ത് കാല് രണ്ടും നീട്ടി റിലാക്സ് ചെയ്യുക. ശേഷം എഗെയിൻ ഇടത്തെ കാലിൻ്റെ ചെയ്യുക. ഇടത്തെ കാല് ഇതേപോലെ പൊന്തിക്കുക, പൊന്തിക്കുക. 10 സെക്കൻഡ് ഇതേപോലെ നിലനിർത്തുക. എന്നിട്ട് റിലാക്സ് ചെയ്യുക. 2 കാലും നിവർത്തിയതിന് ശേഷം റിലാക്സ് ചെയ്യുക. ഇത് ഡെയിലി ചെയ്യാൻ നോക്കുക. 10 സെക്കൻഡ് എന്തായാലും പിടിച്ചതിന് ശേഷം മാത്രം, പിന്നീട് അത് 15 സെക്കൻഡ് ആക്കുക, 20 സെക്കൻഡ് ആക്കുക. അങ്ങനെ ഒരു 30 സെക്കൻഡ് വരെ കൂടുതൽ നിലനിർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ മസിൽസ് സ്ട്രെങ്തൻ ആവാൻ സഹായിക്കും. ഇനി മൂന്നാമത്തെ എക്സസൈസ്, സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. അതിനുശേഷം മുട്ട് മടക്കുക. മുട്ട് മടക്കിയതിന് ശേഷം ഒരു ത്രികോണ ആകൃതിയിൽ കൈ പിടിച്ചതിന് ശേഷം അത് ബട്ടക്സിൻ്റെ അടിയിലായിട്ട് വെക്കുക. എന്നിട്ട് പ്രഷർ അവിടെ കൊടുക്കുന്ന രീതിയിൽ നമ്മൾ അമർത്തിയതിന് ശേഷം കാല് പൊന്തിക്കുക. അതേപോലെ തന്നെ താഴ്ത്തുക. ഇങ്ങനെ ഒരു 10-20 വട്ടം ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ സമയത്ത് നമ്മുടെ പ്രഷർ കയ്യിലേക്ക് വരുമ്പോൾ അവിടുത്തെ മസിൽസിനും സ്ട്രെങ്തൻ ആവും. ഇനി നാലാമത്തെ എക്സസൈസാണ്. അത് പകുതി ഇരുന്ന് എണീക്കുന്ന എക്സസൈസാണ്. കൈ മുന്നോട്ട് വെച്ചതിന് ശേഷം പകുതിയായിട്ട് ഇരുന്ന് എണീക്കുക. ഇത് നമ്മുടെ നട്ടെല്ലിൻ്റെ ഭാഗത്തുള്ള മസിൽസിന് സ്ട്രെങ്തൻ ആവാൻ നല്ലതാണ്. ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നിങ്ങൾ ആരെങ്കിലും അനുഭവിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. ഞാൻ ഡോക്ടർ ഗോപിക, സീനിയർ കൺസൾട്ടൻറ്റ് ഓഫ് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.